വീണ്ടും സമരരംഗത്തേക്ക് തന്നെയാണ്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടക്കുന്നു. രണ്ടിടങ്ങളിലും പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാനായി ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുമായിട്ട് ഇപ്പോൾ വാക്കേറ്റം എന്ന സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. പോലീസിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. റോസയുടെ തല മുറിച്ചിരിക്കുന്നത് പോലീസിന്റെ ചെറുക്കലിൽ വീണിട്ടാണോ എന്നറിയില്ല. എന്താണ് പറയുന്നത് കേൾക്കാം. സമാധാനത്തിൽ ഞങ്ങൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നതാണ്. നോക്ക്, ബിന്ദു ചന്ദ്രന് ഹരി തുടരുന്നുണ്ട്. ഹരി കേൾക്കാമെങ്കിൽ അവരുടെ നെറ്റി മുഴിച്ചിരിക്കുന്നുണ്ട്. അത് പോലീസിന്റെ മർദ്ദനമെന്നാണോ അവർ ആരോപിക്കുന്നത്, അതോ വീണത്തോൾ പറ്റിയ പരിക്കാണോ? ജലപീരങ്കി പ്രയോഗിച്ച സമയത്ത് പ്രവർത്തകർ നിലത്ത് വീഴുന്നുണ്ടായിരുന്നു. അതാണ് പോലീസുകാർക്കെതിരെ പ്രവർത്തകർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസുമായിട്ടുള്ള തർക്കവും അതാണ്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച സമയത്ത് ചില പ്രവർത്തകർ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ടാവണം ബാരിക്കേഡിന് മുൻവശത്തേക്ക് ചില പ്രവർത്തകർ വീഴുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കൂടുതൽ പ്രവർത്തകർ ഒത്തുകൂടി വനിതാ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞത്. അവരാണിപ്പോൾ പോലീസുകാർക്ക് പരമാവധി അവരെ അനുനയിപ്പിച്ചു വിടാനാണ് തകർക്കാൻ ശ്രമിച്ചതിന് കൂട്ടുപിടിച്ച് ബിന്ദു ചന്ദ്രനെ അറിഞ്ഞു വെച്ച് ലാത്തി കൊണ്ട് വീശി ഇതാ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ജയകുമാരി എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥ അതിന് ആക്ഷൻ എടുക്കാതെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്തത്. നോക്ക്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ജയകുമാരി എന്ന പോലീസ് ഉദ്യോഗസ്ഥ മർദ്ദിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. ബിന്ദു ചന്ദ്രൻ എന്ന കോൺഗ്രസ് പ്രവർത്തകയാണ് ഇപ്പോൾ നെറ്റിയുടെ ഭാഗത്ത് പരിക്ക് പറ്റിയിരിക്കുന്നത്. അത് മർദ്ദിച്ചതാണ് എന്നിവർ അവകാശപ്പെടുന്നു.